ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. സെപ്റ്റംബർ 1 വീക്ക് തന്നെ തിരുവോണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു ഊർജ്ജത്തിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഈ ഒരു ഓണം ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒത്തിരി നാൾക്ക് ശേഷമാണ്. ഓൾമോസ്റ്റ് 1 മന്ത് ആയി തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ട്. ആക്ച്വലി അസ്ട്രോളജിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സും കൂടെ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്കുള്ള ഡെയിലി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ വന്നിട്ട്. പക്ഷേ ഡിവൈൻ ഈശ്വരൻ്റെ പ്ലാനിങ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഒത്തിരി പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലിരിക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ നെക്കിൻ്റെ കഴുത്തും കൈയും അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു. അപ്പോൾ 2-3 ഡേയ്സ് അത് ഹീൽ ചെയ്യാനെടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി സറണ്ടർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ഞാനിരുന്നു. എൻ്റേതായിട്ടുള്ളൊരു സ്പേസിൽ കുറേ സമയം എൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിൽ അവസരം കിട്ടി. കാരണം ഈ ഒരു സമയത്ത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ, ഒത്തിരി എൻഡിങ്സ്, ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച ഒരു സമയമാണ്. ആത്മീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച ഒരു സമയമാണ്. അപ്പോൾ അതിനെല്ലാം ഒരു സ്പേസ്, സമയം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു ഡിവൈൻ എന്നെ അങ്ങനത്തെ ഒരു ഊർജ്ജത്തിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഊർജ്ജമായിരുന്നില്ല. കാരണം ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയില്ലേ, ഹീലിംഗ് എപ്പോഴും ലെയർ ആയിട്ടാണ്, പാളികൾ പോലെയാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു ഫൈനൽ ട്യൂണിങ്, ചെറിയ ചെറിയ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വന്നു. അപ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ചൊരു സമയം ആവശ്യമായിട്ട് എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം കറക്റ്റ് സമയത്താണ്. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ്. അത് പ്രാവർത്തികമാക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. അപ്പോൾ അതിനെല്ലാം ഈശ്വരനോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും സഹകരണത്തിനും എല്ലാം നന്ദി പറയുകയാണ്. ഒത്തിരി പേര്, ഞാൻ ലാസ്റ്റ് മെസ്സേജ് അയച്ചപ്പോൾ ഒത്തിരി പേര് അതിന് റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും ഞാൻ തിരിച്ച് ഒന്നും റിപ്ലൈ തരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പതുക്കെ ഞാൻ മെസ്സേജ് വായിച്ചിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, സ്നേഹത്തിനു ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ പേഴ്സണൽ എന്താ പറയുക കാര്യങ്ങൾ വന്നിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് താങ്ക്സ് പറയുകയാണ്, പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അസ്ട്രോളജിക്കൽ സയൻസ് എല്ലാവരുടെയും മന്ത്ലി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനും ഒത്തിരി തടസ്സങ്ങൾ വന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ജനറൽ ആയിട്ടുള്ളൊരു റീഡിങ് ചെയ്തത് ഇപ്പോൾ പൈൽസ് വെച്ചിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്, പൈൽ 1 ആൻഡ് പൈൽ 2. എന്നത്തെയും പോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ അവബോധം ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പതുക്കെ അറിയിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അസ്ട്രോളജിക്കൽ സയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം സെപ്റ്റംബർ മാസത്തിലോട്ടുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സെപ്റ്റംബർ മാസത്തെ ഊർജം എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 1, Anna, grandmother of Jesus, seeding the light, laying foundation, divine plan. ഈ ഒരു മന്തിലെ ഓവറോൾ ലൈഫ് ലെസൺ വന്നിട്ട്, അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഊർജം വന്നിട്ട്, എങ്ങനെ നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് ആക്കാം. ഇപ്പോൾ പഠന വിഷയങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറായിട്ടായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഒരു അടിത്തറ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ കുറച്ച് പേർക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഊർജ്ജങ്ങളായിരിക്കാം. മദറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, അമ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഊർജ്ജങ്ങളായിരിക്കാം.
അവിടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം, അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേര് ആത്മീയമായിട്ടുള്ള ഊർജ്ജമാണ്, ഡിവൈൻ പ്ലാൻ, ഈശ്വരൻ്റെ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ എതിർക്കുമ്പോൾ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ എങ്ങനെ ലൈഫിലൊരു ഫ്ലോ കൊണ്ടുവരാം, ഒഴുക്കിനൊത്ത് എങ്ങനെ മുന്നോട്ട് പോകാം, അതും കുറച്ച് പേർക്ക് ഒരു ലെസണായിട്ട് ഈ ഒരു മന്ത് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പുതിയ വെളിച്ചങ്ങൾ, പുതിയ സീഡ്സ്, പുതിയ വിത്തുകൾ എങ്ങനെ പാകാം, പുതിയ ഇൻറ്റൻഷൻ, സങ്കല്പങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, അതിനെക്കുറിച്ചിട്ടും ഒരു ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കിത് ജീസസ് വന്നേക്കുന്നത് കൊണ്ടിട്ട് ഫൊർഗീവ്നെസ് ആണ്, ക്ഷമിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും പാഠങ്ങൾ, ലെസൺസ് നിങ്ങൾ പഠിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ കൂട്ടാം, എങ്ങനെ ഒരു ഹെൽത്തി, ആരോഗ്യപരമായിട്ടുള്ള ഊർജ്ജം എങ്ങനെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും, എങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം, അതൊക്കെ ഈ ഒരു മന്ത് കൂടുതലായിട്ട് ശ്രദ്ധയിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാമിലി ബോണ്ടിങ്ങും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് വന്നിട്ട്. അവിടെ നിന്നിട്ടും എന്തെങ്കിലുമൊക്കെ ലെസൺസ് ലേൺ ചെയ്യാനുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു അലൈൻമെൻറ്റ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അലൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഊർജ്ജത്തിലോട്ട് എത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നമുക്കിനി ഓരോ ആഴ്ചയായിട്ട് നോക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സെപ്റ്റംബർ മാസത്തിലോട്ടുള്ള ഊർജ്ജങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു. പേജ് ഓഫ് കപ്സ്, എല്ലാം കപ്സിൻ്റെ ഊർജ്ജമാണ്, ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള ഊർജ്ജമാണ് കാണുന്നത്. സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജം കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അപ്പോൾ നിങ്ങൾക്ക് 2 പേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ്ങും ക്യൂനിൻ്റെയും എനർജി വന്നിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിലെ ഊർജ്ജം, അതായത് 1 മുതൽ 7 വരെയുള്ള സമയത്തിൻ്റെ ഊർജ്ജം വന്നിട്ട് ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. കുറച്ച് പേർക്ക് ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള ഊർജ്ജങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം, നിങ്ങളുടെ അവബോധം ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഊർജ്ജമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ താഴെ. അപ്പോൾ ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ അവബോധം നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറഞ്ഞിരുന്ന പല കാര്യങ്ങളുടെയും സത്യം, ട്രൂത്ത് അല്ലെങ്കിൽ നുണകൾ, അതെല്ലാം നിങ്ങളുടെ മുന്നിൽ സത്യത്തിൻ്റെ രൂപത്തിൽ മുന്നോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വീക്കിൽ വന്നിട്ട്, അതായത് 8 to 14 ആ ഒരു ടൈം ഗ്യാപ്പിൽ വന്നിട്ട് കിങ് ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. ഇവിടെ റിലേഷൻഷിപ്സ് ആണ് മെയിനായിട്ട് കാണുന്നത്, വ്യക്തിബന്ധങ്ങൾ. ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും എനിക്ക് റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ക്യൂനും കിങ്ങാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങൾ കൂടുതലായിട്ട് വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഫാമിലി യൂണിറ്റ്, ഫാമിലിയുടെ ഊർജ്ജമായിരിക്കാം ഫസ്റ്റ് 2 വീക്സ് വന്നിട്ട്. അവിടെ എങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം, ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരികമായിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി, അത് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, പഠിക്കാം, അതിലെല്ലാം കുറേ പേര് ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തേർഡ് വീക്ക് വന്നിട്ട് പേജ് ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഊർജ്ജം വരുന്നുണ്ട്. ഇത് 15 മുതൽ 21 വരെയുള്ള ഊർജ്ജമാണ്. ഇവിടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ, ന്യൂസ്, ഇൻഫർമേഷൻ, മെസ്സേജസ്, പുതിയ ക്ലയൻസിനെ മീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഊർജ്ജങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളും കാണുന്നുണ്ട് ഫസ്റ്റ് 3 വീക്സ് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്, ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജവും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസിൽ എന്തെങ്കിലും ഒരു ബാലൻസ്, ഒരു സ്ഥിര വരുമാനം, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങൾ വരാനായിട്ടും ചാൻസസ് കൂടുതലാണ്. ഫോർത്ത് വീക്ക്, അതായത് 22 to 30 ആ ഒരു ടൈം ഗ്യാപ്പിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഊർജ്ജമാണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സും വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലും ഒരു ഓഫർ, എന്തെങ്കിലും ഒരു എനർജി, ഊർജ്ജം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടായിരിക്കാം, ഗിഫ്റ്റ്, സമ്മാനങ്ങളുടെ രൂപത്തിലായിരിക്കാം,
ഒരു കരിയറിൻ്റെ രൂപത്തിലായിരിക്കാം, എന്തെങ്കിലും ഒരു ഓഫർ, എന്തെങ്കിലും ഒരു ഊർജം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാക്കാം. കുറച്ച് പേര് എന്തെങ്കിലും ഒരു പുതിയ തുടക്കങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്ന, ശാന്തി സമാധാനം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതും ഈ ഒരു 4th വീക്ക് ഫൈനൽ വീക്കിൽ ഫോക്കസിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓരോ വീക്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 1, ഓരോ വീക്കിലും ശ്രദ്ധിക്കേണ്ട ഊർജ്ജങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു. ഫസ്റ്റ് വീക്കിൽ വന്നിട്ട് ഡെത്ത് ആണ്. ഐ ആം ലേണിംഗ് ദാറ്റ് എൻഡിങ്സ് ആർ മിയർലി ബിഗിനിങ്സ്. ഇവിടെ കുറച്ച് പേരോട് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരമല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ബ്ലോക്കേജ്, ഒരു തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കാം, ദേഷ്യമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അവിടെ ഒരു എൻഡിങ്, അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കാനായിട്ടാണ് കുറച്ച് പേരോട് ഫസ്റ്റ് വീക്കിൽ പറയുന്നത്. കുറച്ച് പേർക്ക് സഡനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എൻഡ് ആകുന്നുണ്ടെങ്കിൽ, നിന്നു പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ ലൈഫിൽ പുതിയ ഊർജ്ജങ്ങൾ കടന്നു വരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുറച്ച് പേർക്ക് ഇത് ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളുടെ ഊർജ്ജമാണ്. അത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന സമയത്ത്, മാറ്റങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുക. നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത്, എതിർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പിന്നെയും താമസം വരുന്നതാണ്. ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാനായിട്ടും ഫസ്റ്റ് വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. സെക്കൻഡ് വീക്കിൽ വന്നിട്ട് സറണ്ടറാണ്. ഐ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. കുറച്ച് പേർക്ക് ഇവിടെ എഗെയിൻ ആ ഒരു ലെറ്റ് ഗോയുടെ ഊർജ്ജം തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത്. സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ട്രൈ ചെയ്തു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ശുഭാപ്തി വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതെല്ലാം കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. സെക്കൻഡ് വീക്കിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ്, ലവ്, സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ആകാം. തേർഡ് വീക്കിൽ വന്നിട്ട് പീസാണ്, സമാധാനത്തിൻ്റെ ഊർജ്ജമാണ് വരുന്നത്. ഐ ആം എ ബീയിങ് ഓഫ് ലവ് ആൻഡ് ഐ റിലീസ് ഓൾ നെഗറ്റീവ് എനർജി. ശാന്തി, സമാധാനം, ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. സ്നേഹത്തിന് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള ഊർജ്ജങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങളോട് നോ പറയുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. സെക്കൻഡ് വീക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് റിഗ്രറ്റിൻ്റെ എനർജിയാണ്. അതായത് എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിച്ചു പോയല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറ്റബോധത്തിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു ശാന്തി, സമാധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അതും യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. ഇനി ഫോർത്ത് വീക്കിൽ ഹെൽത്താണ്, ആരോഗ്യത്തിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഐ വിൽ ഹോണർ ദ ഫിസിക്കൽ വെസൽ ദാറ്റ് എൻഷ്രൈൻസ് മൈ സോൾ. ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു അതിർവരമ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് ആണ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു അവബോധം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു നല്ല നല്ല ഗൈഡൻസ് കുറച്ചും കൂടെ വിശ്വസിക്കാനായിട്ട്, ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ് ഫോർത്ത് വീക്ക് വന്നിട്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള എനർജീസിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. കൂട്ടുകെട്ടുകളിലായിരിക്കാം, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിലായിരിക്കാം, ചിന്തകളിലായിരിക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ അവിടെ ഒരു ഹെൽത്തി, ആരോഗ്യപരമായിട്ടുള്ള ഒരു ഊർജ്ജം സൃഷ്ടിക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജം നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള ഊർജ്ജങ്ങൾ നോക്കാം. താങ്ക് യു. സെവൻ ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. ഇവിടെ നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഒത്തിരി അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ മുന്നേറാനായിട്ട്, സക്സസ് കൊണ്ടുവരാനായിട്ട് ഒരു പാത, ഒരു വഴി, ഒരു ഹെൽപ്പ്, സഹായം, അങ്ങനത്തെ രൂപത്തിൽ ഒത്തിരി എനർജീസ് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി കൺഫ്യൂഷൻ, ഒത്തിരി നിങ്ങളെ സ്റ്റക്കായിട്ട് നിർത്തുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ
അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ലെറ്റ് ഗോ ചെയ്യേണ്ടത് അതിലോട്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേരോട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊരു ടൈം എടുക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇവിടെ 4 ഓഫ് വാൻഡ്സിൻ്റെ ഊർജ്ജമാണ്. നിങ്ങളുടെ കരിയർ, ജോബ്, ബിസിനസ്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം കാണുന്നുണ്ട്. ഒത്തിരി സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. ഒത്തിരി ഹാർമണി, സന്തോഷം, അതെല്ലാം നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ ഊർജ്ജം, അവിടെയും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ, ഒത്തിരി സന്തോഷം നൽകുന്ന ഊർജ്ജങ്ങൾ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സെലിബ്രേഷൻ, ആഘോഷങ്ങളുടെ ഊർജ്ജമാണ്. അതും നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ എഗെയിൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി, ബാലൻസിൻ്റെ ഊർജ്ജമാണ്, ഒരു സുരക്ഷിതത്തിൻ്റെ ഊർജ്ജമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2 ഓഫ് വാൻഡ്സിൻ്റെ ഊർജ്ജം വന്നിട്ട് ഇത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്താണ്, ആരോഗ്യം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള ആ ഒരു ഓവറോൾ വെൽബീയിങ് ആണ്. ഇവിടെ കുറച്ച് പേർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ കാര്യങ്ങൾ, പഴയ മെമ്മറീസ്, ഓർമ്മകൾ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഹെൽത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളെ ഒരു കൺഫ്യൂഷനിൽ, ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു ഊർജ്ജത്തിലോട്ട് കൊണ്ടുപോകുന്നതുമായിരിക്കും. ചിലപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ എനർജി ആവശ്യത്തിന് എന്താ പറയുക, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ, പ്രചോദനവും വരുന്നുണ്ടാകാം നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ ഒരു ടൈം ഗ്യാപ്പിൽ വന്നിട്ട്. ഇത് ജഡ്ജ്മെൻറ്റിൻ്റെ ഊർജ്ജം വന്നിട്ട് നിങ്ങളുടെ സ്നേഹം, റൊമാൻസ്, വ്യക്തിബന്ധങ്ങൾ, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഊർജ്ജമാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണയുടെ ഊർജ്ജം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയാനായിട്ട്, റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് ഒത്തിരി നാളായിട്ട്, ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജ്ജമായിരിക്കും. ഫൈനലി അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. നിങ്ങൾ ഓൾറെഡി അതിനെക്കുറിച്ചിട്ടുള്ള ലെസൺസ്, പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. അത് കുറച്ചും കൂടെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു സമാധാനം, പീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് തൻ്റെ ഉള്ളിൽ എങ്ങനെ സമാധാനം കൊണ്ടുവരാം, തൻ്റെ ഊർജ്ജം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സംരക്ഷിച്ച് നിർത്താം, അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പ്രേയേഴ്സ്, പ്രാർത്ഥനകളുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഊർജ്ജങ്ങളാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ വരുന്നുണ്ടാകാം. കറക്റ്റായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുക, കറക്റ്റായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, അങ്ങനത്തെ പല കാര്യങ്ങളും, കറക്റ്റ് പ്ലേസിൽ നിങ്ങൾ എത്തിച്ചേരുക, അങ്ങനത്തെ പല കോയിൻസിഡൻസും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ ഊർജ്ജം നോക്കാം. അതായത് പൗർണമി ഫസ്റ്റ് വീക്കിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് പോസിറ്റീവ് എനർജിയിലാണ് ഇരിക്കേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ന്യൂ മൂൺ ഇൻ ലിയോ ആണ്. കുറച്ചൊരു കോൺഫിഡൻസ്, ധൈര്യം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. പുതിയ ചാലഞ്ചസ്, പുതിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യാനായിട്ട്, മുന്നിട്ട് നിന്ന് ചെയ്യാനായിട്ടുള്ള ആ ഒരു ധൈര്യം, ആ ഒരു എനർജി കുറച്ച് പേർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പുതിയ തുടക്കങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിൽ ന്യൂ സ്റ്റാർട്ടേഴ്സ് കമ്മിങ്, പുതിയ കാര്യങ്ങൾ കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സക്സസ്, അവിടെ നിങ്ങൾക്ക് സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ന്യൂ മൂണിൻ്റെ എനർജി നോക്കാം. അമാവാസി ആ ഒരു ടൈമിലെ എനർജി നോക്കാം. 3rd വീക്കിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ എനർജി എന്താ നോക്കാം. താങ്ക് യു. എന്ത് ഇൻറ്റൻഷനിലാണ് ഇരിക്കേണ്ടത് നിങ്ങൾ? ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. കുറച്ച് പേർക്ക് നിങ്ങളുടെ
ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊരു ഒരു പരിഹാരം, ഒരു ആൻസറായിട്ട് ഒരു എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഊർജ്ജങ്ങൾ വരുമ്പോൾ ഞാൻ കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കും, കറക്റ്റ് ഡിസിഷൻസ് എടുക്കും, ബോൾഡായിട്ട് നിൽക്കും, ധൈര്യത്തോടു കൂടി നിൽക്കും. ആ ഒരു സങ്കല്പം, ആ ഒരു ഇൻറ്റൻഷനിലിരിക്കാനായിട്ടാണ് ന്യൂ മൂൺ ടൈമിൽ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിലും അതിനെ കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യാനായിട്ടും നിങ്ങൾ ഒരുങ്ങിയിരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ഊർജ്ജങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള സെപ്റ്റംബർ മാസത്തെ എനർജീസ് എന്തൊക്കെയാണ്? താങ്ക് യു. സ്ട്രെങ്ത്. നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ഫുൾ മൂൺ ടൈമിലാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ്, സഹായം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. 7 ഓഫ് ഇമോഷൻസ്. അപ്പോൾ അത് നിങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. ഈശ്വരൻ നിങ്ങളുടെ മുന്നിലോട്ട് ഒത്തിരി പാതകൾ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അയക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ളൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ കൺഫ്യൂഷൻ, എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആശയക്കുഴപ്പം, അങ്ങനത്തെ ഊർജ്ജത്തിലിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ബ്ലെസ്സിങ്സ് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റ് ഹീലിംഗ് ആണ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. ചെറുപ്പകാലത്ത് ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും മുറിവുകൾ, വൂൺസ്, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, അത് നിങ്ങളുടെ മുന്നിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ട്, മാസ്ക് എല്ലാം മാറ്റി എന്താണ് നിങ്ങളുടെ ഷാഡോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ്, അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഊർജ്ജങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ അതും നിങ്ങളെ ഇവിടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത എഫേർട്ട്, പാസ്റ്റിൽ കൊടുത്ത കഠിനാധ്വാനം, അതിനെന്തെങ്കിലുമൊക്കെ റിസൾട്ട് ലഭിക്കുന്നുണ്ടാകാം. ഒരു അംഗീകാരം ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റെക്കഗ്നിഷൻ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നോക്കാം. താങ്ക് യു. ഫാമിലി വിഷസ് കം ട്രൂ. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ എനർജി കടന്നു വരുന്നുണ്ടാകാം. ഫാമിലിയിലോട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ഊർജ്ജങ്ങൾ കടന്നു വരുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും സത്യം മനസ്സിലാകുന്നതായിരിക്കും, സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫാമിലി ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആയിരിക്കാം. ഇവിടെ ആൻഡ് ആണ്, വർക്ക് അച്ചീവ്മെൻറ്റ് സക്സസ്. കുറച്ച് പേർക്ക് നേട്ടങ്ങൾ ലൈഫിലോട്ട് വരുന്നതാണ്. ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവ്, സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഊർജ്ജം കടന്നു വരുന്നുണ്ടാകാം. കരിയർ, വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു പുതിയ ഊർജ്ജം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം നൽകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആ നോക്കാം. താങ്ക് യു. സെപ്റ്റംബർ മാസത്തിലോട്ടുള്ള പൈൽ നമ്പർ 1 ബ്ലെസ്സിങ്സ്. കുറച്ച് പേർക്ക് ഇവിടെ വെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഊർജ്ജം വരുന്നുണ്ടാകാം. സീക്രട്ട് അഡ്മയറിൻ്റെ ഊർജ്ജമാണ്. ചിലപ്പോൾ ഇത് വ്യക്തിയുടെ ഊർജ്ജമായിരിക്കാം. നിങ്ങളെ ഒത്തിരി അഡ്മയർ ചെയ്യുന്ന, നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് ലൈറ്റിൽ കാണുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജമായിരിക്കും. ആ ഒരു വ്യക്തി വഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ്, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് എനർജീസ് വർക്കാകുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കലാപരമായിട്ടുള്ള ഊർജ്ജമാണ്, ക്രിയേറ്റീവായിട്ടുള്ള പവറാണ്. അതും ഒത്തിരി വെൽത്ത്, ഒത്തിരി സക്സസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഫോളോവേഴ്സിനെ ലഭിക്കുന്നുണ്ടാകാം, ആരാധകരെ ലഭിക്കുന്നുണ്ടാകാം. ഒത്തിരി പേര് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ടോക്സിൻസ്, ഹെൽത്ത് വൈസ് ആയിരിക്കാം,
അതെല്ലാം ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വ്യക്തിബന്ധങ്ങളിലായിരിക്കും. അവിടെ ഒരു റീകൺസിലിയേഷൻ, പരസ്പരം മനസ്സിലാക്കി ഒന്നു ചേരുന്ന ഒരു ഊർജ്ജം, അതെല്ലാം കുറച്ച് പേരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പണമായിട്ട്, സാമ്പത്തികം, സ്വത്തൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ഒത്തുതീർപ്പായിരിക്കും, ഒരു റീകൺസിലിയേഷൻ ആയിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ ക്യാരേജ് വന്നിട്ട് വാഹന സംബന്ധമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ജേർണി, യാത്രകളുടെ ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലിയുടെ ഊർജ്ജമാണ്. ഫാമിലിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സെപ്റ്റംബർ മാസത്തിലോട്ടുള്ള ഊർജ്ജങ്ങൾ വന്നിട്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിലെ എനർജീസ് എന്തൊക്കെയാണെന്ന്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സെപ്റ്റംബർ മാസത്തെ ഊർജം എന്താണ്? പ്രൊട്ടക്ഷൻ, കോൾ ബാക്ക് യുവർ പവർ, കട്ട് ദ കോഡ്സ്, സോൾ റിട്രീവൽ. ഇവിടെ മെയിനായിട്ട് ഈ ഒരു മന്ത് നിങ്ങൾ ലേൺ ചെയ്യുന്ന, പഠിക്കുന്ന ഒരു ലൈഫ് ലെസൺ വന്നിട്ട് എങ്ങനെ നിങ്ങളുടെ ഊർജം സംരക്ഷിച്ച് നിർത്താം, എങ്ങനെ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കാം, വേണ്ടാത്ത ഊർജങ്ങൾ, ആ ഒരു കോഡ് എങ്ങനെ കട്ട് ചെയ്യാം, മുറിച്ചു മാറ്റാം, അതുവഴി എങ്ങനെ നിങ്ങളുടെ സോളിനെ തിരിച്ചു കൊണ്ടുവരാം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഊർജം കൂട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, മാറ്റത്തിൻ്റെ ഊർജവും കാണുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ഈ ഒരു എനർജി പ്രൊട്ടക്ഷൻ നടത്തി കഴിയുമ്പോൾ, വേണ്ടാത്ത ഊർജ്ജങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ന്യൂ സ്റ്റാർട്ട്, പുതിയ തുടക്കങ്ങളായിരിക്കാം, പുതിയ പവർഫുൾ ആയിട്ടുള്ള ഊർജ്ജങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അതിനെക്കുറിച്ചിട്ടുള്ള ഊർജ്ജങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പണമായിരിക്കാം, പണം എങ്ങനെ സംരക്ഷിക്കാം, മാനേജ് ചെയ്യാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ബാലൻസ് ചെയ്യാം, അവിടെ എങ്ങനെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാം, പല രൂപത്തിലായിരിക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. നമുക്കിനി ഓരോ വീക്കായിട്ട് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ഫസ്റ്റ് വീക്ക്, അതായത് 1 മുതൽ 7 വരെയുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ കുറച്ച് പേർക്ക് ട്രാവൽ, യാത്രയുടെ ഊർജ്ജം കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളുടെ ഊർജ്ജം കാണുന്നുണ്ട്. പാസ്റ്റിലുള്ള ചിലപ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം, ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകുക. 2 ഓഫ് കപ്സിൽ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും കോൺവെർസേഷൻസ്, സംസാരങ്ങൾ, ന്യൂ കോൺട്രാക്റ്റ് ആയിരിക്കാം, പുതിയ ചർച്ചകളായിരിക്കാം, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജം കാണുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് കുറച്ച് പേര് യാത്രകൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ടാകാം, ഫാമിലി, വ്യക്തിബന്ധങ്ങൾ, റിലേഷൻഷിപ്പിന് മുൻഗണന കൊടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഡിവൈൻ എനർജി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വീക്ക് വന്നിട്ട്. സെക്കൻഡ് വീക്കിൽ 10 ഓഫ് സോഡ്സിൽ എന്തെങ്കിലുമൊക്കെ ബോഡി പെയിൻ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആവശ്യത്തിന് വിശ്രമം എടുക്കുക, ആ ഒരു ഊർജ്ജം കാണുന്നുണ്ട്. കാരണം ഈ ഒരു 9 ഓഫ് വോൺസിൽ കുറച്ച് പേർക്ക് ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം. അപ്പോൾ ആവശ്യത്തിന് വിശ്രമം എടുക്കുക, നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുക, അതിലെല്ലാം കുറച്ച് പേര് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യവും വരുന്നുണ്ടാകാം. മാറ്റി വയ്ക്കുക, വേണ്ടെന്ന് വയ്ക്കുക, അങ്ങനത്തെ ഊർജ്ജങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക്
എന്തെങ്കിലും ബാക്ക് സ്റ്റാബിങ് എനർജിയാണ്. നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുക, എന്താ പറയുക, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചതി വഞ്ചനയുടെ ഊർജ്ജവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സെക്കൻഡ് വീക്കിൽ വന്നിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ്, ഈശ്വരൻ്റെ എന്തെങ്കിലുമൊക്കെ സൈൻസ്, സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സെക്കൻഡ് വീക്കിൽ വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, പെർസീവിയറൻസിൻ്റെ ഊർജ്ജം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അതായത് തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നോട്ട് വരാനായിട്ടുള്ളൊരു പ്രചോദനം, അതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം സെക്കൻഡ് വീക്കിൽ വന്നിട്ട്. ഇവിടെ തേർഡ് വീക്ക്, അതായത് 15 to 21, ആ ഒരു ടൈം ഗ്യാപ്പിലെ ഊർജ്ജമാണ്. ഇവിടെ നിങ്ങളുടെ അടുത്തോട്ട് 3 of സോഡ്സിൻ്റെ ഊർജ്ജമാണ് കടന്നു വരുന്നത്. അതായത് ഹാർട്ട് ചക്ര, ഹൃദയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിബന്ധങ്ങളായിരിക്കാം, ലവ് റൊമാൻസ് ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമല്ലെന്ന് തോന്നുന്ന പല ഊർജ്ജങ്ങളോടും കുറച്ച് പേര് നോ പറയുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തികൾ, അങ്ങനത്തെ ഊർജ്ജങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിച്ച് നിർത്താനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കറേജ്, ഒത്തിരി ധൈര്യം കുറച്ച് പേർക്ക് ഈ ഒരു തേർഡ് വീക്കിൽ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഫോർത്ത് വീക്കിൽ വന്നിട്ട്, അതായത് 22 to 30, ആ ഒരു ഊർജ്ജമാണ് കാണുന്നത്. ഇവിടെ എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങളുടെ അടുത്തോട്ട് വന്നാലും അതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വിജയകരമായിട്ട് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പല സിറ്റുവേഷൻസും പല സാഹചര്യങ്ങളും എൻഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, തളർത്തുന്ന പല സാഹചര്യങ്ങളും എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ലാസ്റ്റ് വീക്കിലും ട്രാവൽ, യാത്രകൾ, വാഹനം, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ഊർജ്ജങ്ങൾ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് സക്സസ്, വിക്ടറിയാണ്, വിജയിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം കാണുന്നുണ്ട്. പല മേഖലയിലായിരിക്കാം ഈ ഒരു വിജയം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഓരോ വീക്കിലും ശ്രദ്ധിക്കേണ്ട ഊർജ്ജങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർ ശ്രദ്ധിക്കേണ്ട ഊർജ്ജങ്ങൾ എന്തൊക്കെയാണ് ഓരോ വീക്കിലും. താങ്ക് യു. ഫസ്റ്റ് വീക്കിൽ സർവീസ് ആണ്. ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഇത് വന്നിട്ട് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം, അതെല്ലാം നിങ്ങൾ അവഗണിച്ചുകൊണ്ടിട്ട് നിങ്ങൾ ഓവറായിട്ട് കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഊർജം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, ഒത്തിരി സ്നേഹത്തിൻ്റെ ഊർജം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഫസ്റ്റ് വീക്ക് വന്നിട്ട്. ചിലപ്പോൾ ഒത്തിരി പേരായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻസ്, സംസാരങ്ങൾ, ഇടപെടലുകൾ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഊർജം ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി പേരെ സഹായിക്കാനായിട്ടുള്ള ഒരു അവസരവും ലഭിക്കുന്നതാണ്. സെക്കൻഡ് വീക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് പേഷ്യൻസ്, കാര്യങ്ങൾ സമാധാനപൂർവ്വമായിട്ട് ഹാൻഡിൽ ചെയ്യുക, സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ, ജീവിതം കുറച്ചും കൂടെ അംഗീകരിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് എനർജീസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഡിവൈൻ ഓർഡറിൽ കാര്യങ്ങൾ നടക്കേണ്ട ആ ഒരു സമയത്താണ് കറക്റ്റായിട്ട് എനർജീസ് വർക്കാകുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് അത് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു എമ്പതി, സഹാനുഭൂതി, അതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം സെക്കൻഡ് വീക്ക് വന്നിട്ട്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് രണ്ട് വശവും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. തേർഡ് വീക്ക് വന്നിട്ട് സെൽഫ് എസ്റ്റീമാണ്. ഐ പൊസസ് ഗിഫ്റ്റ്സ് ഓഫ് ദ സോൾ ദാറ്റ് ബെനിഫിറ്റ് മീ ആൻഡ് അതേഴ്സ്. ഇതിലെല്ലാം ആ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഊർജ്ജങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് വീക്കിൽ നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ മൂല്യം, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും റിഗ്രറ്റ്, വിഷമങ്ങൾ ഉണ്ടാകാം. പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഈ ഒരു ഊർജ്ജം എനിക്ക് മാറ്റാൻ സാധിച്ചില്ലല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റിഗ്രറ്റ്, വിഷമങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ, മൂല്യം, സെൽഫ് എസ്റ്റീം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എഗെയിൻ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്.
തേർഡ് വീക്കിൽ പ്രൈഡിൻ്റെ ഊർജ്ജമാണ്. പല രീതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. കുറച്ച് പേർക്ക് ഇത് അഹംഭാവം എന്ന് പറയും, അഹങ്കാരം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഈഗോയുടെ എനർജി എന്ന് പറയും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് ആവശ്യമാണ്. ഫോർത്ത് വീക്ക് വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ പരിഗണിക്കാനായിട്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്നേഹം, അനുകമ്പ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് കുറച്ചും കൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഈഗോ ക്ലാഷസ്, എന്തെങ്കിലും അസൂയ, എൻവിയുടെ എനർജി നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും വരുന്നുണ്ടെങ്കിൽ സെൽഫ് ലവ്, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് പരിഗണന കൊടുക്കുക, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക, അത് കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഐ ലവ് മൈസെൽഫ് ആൻഡ് ഐ സീ മൈസെൽഫ് ഇൻ എവ്രി വൺ. എഗെയിൻ കാര്യങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, രണ്ട് വശങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണുള്ളത്, ബുദ്ധിമുട്ടുകളാണുള്ളത്. പലരും പല രീതിയിലായിരിക്കാം അത് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, തുലനം ചെയ്യുക, അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ് ഫോർത്ത് വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളുടെ ഊർജ്ജം നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. സിക്സ് ഓഫ് സോഡ്സിൻ്റെ ഊർജ്ജം കാണുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം, ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് പാതയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ചു കഴിയുമ്പോൾ ഒത്തിരി പ്രോഫിറ്റ്, ഒത്തിരി പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഈശ്വരൻ്റെ ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടാകാം. ആ ഒരു റൂട്ടിൽ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും കരകയറാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ഹോം റിട്ടേണിൻ്റെ എനർജിയും കാണുന്നുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാപ്റ്റർ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തീർത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് തുടങ്ങുക, അങ്ങനത്തെ ഒരു ഊർജ്ജവും കാണുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. മൂല്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ഇത് നിങ്ങളുടെ കരിയർ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, കരിയർ ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്, ഒത്തിരി സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്, ഒത്തിരി സഹായം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്, ഒത്തിരി ഗൈഡൻസ്, ഒത്തിരി കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ, സയൻസ്, അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ ഒത്തിരി സഹായവും ഉണ്ടാകുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേര് സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ കരിയറിൽ വന്നിട്ട്. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് തനിക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ഹെൽത്താണ്, ആരോഗ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓവറോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള ഓവറോൾ ഹെൽത്താണ്, വെൽബീയിങ്ങിൻ്റെ ഊർജ്ജമാണ്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഡിവൈൻ, ഈശ്വരൻ്റെ സംരക്ഷണം, അല്ലെങ്കിൽ പൂർവികരുടെ ഒത്തിരി സംരക്ഷണം, ഒത്തിരി ഗൈഡൻസ് ഉണ്ടാകുന്നതാണ് കറക്റ്റ് പാതയിലോട്ട് നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഊർജ്ജങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കുറച്ചും കൂടെ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട്, പ്രത്യേകിച്ചും മെൻ്റൽ ഹെൽത്താണ്, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇമോഷണൽ ഹെൽത്ത്, അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് വോൺസിൽ നിങ്ങളുടെ സ്നേഹം, വ്യക്തിബന്ധങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങളാണ്. അവിടെ ഒത്തിരി ലൈറ്റ്, ഒത്തിരി പ്രകാശം, ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഊർജ്ജം കാണുന്നുണ്ട്.
കുറച്ച് പേര് വീട് വിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് കുറച്ചും കൂടെ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോബ്, ബിസിനസ്സിൽ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകാം. അവിടെ നേട്ടങ്ങൾ കൊണ്ടുവരിക, വിചാരിച്ച കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക, ആ ഒരു ഊർജ്ജവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പുതിയ തുടക്കമാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ ഊർജ്ജവും കാണുന്നുണ്ട് നിങ്ങളുടെ ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിൽ. അപ്പോൾ ഓവറോൾ ഒത്തിരി കോൺഫിഡൻസിൻ്റെ ഊർജ്ജത്തിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി മാനിഫെസ്റ്റേഷൻസും കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഫുൾ മൂൺ എനർജി നോക്കാം, പൗർണമിയുടെ ഊർജ്ജം നോക്കാം. ഫസ്റ്റ് വീക്ക് തന്നെ ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത് നോക്കാം. യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ന്യൂ മൂൺ ഇൻ ക്യാൻസറിൻ്റെ ഊർജ്ജമാണ്. ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള ഊർജ്ജം കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഊർജ്ജം എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ കുറച്ചും കൂടെ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ സേഫാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്ക് ഒത്തിരി സംരക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വിഷമമായിരിക്കാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ലെറ്റ് ഗോ ചെയ്യുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടഫായിട്ടുള്ള, ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ എൻഡ് ചെയ്യാനായിട്ട്, അവിടെ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ, സ്നേഹം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം സേഫാണ്, എല്ലാം കറക്റ്റായിട്ട് നടക്കും. നിങ്ങൾ എന്താ പറയുക, നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനത്തെ ടെൻഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ന്യൂ മൂൺ എനർജിയാണ്. അമാവാസി ടൈമിലുള്ള ഊർജ്ജം നോക്കാം. ഇത് വന്നിട്ട് 3rd വീക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് പോസിറ്റീവ് ഇൻറ്റൻഷനിലാണ്, സങ്കല്പത്തിലാണ് ഇരിക്കേണ്ടത് നോക്കാം. പായൽ നമ്പർ 2 വന്നിട്ട് ഓക്കെ, ഇവിടെ വന്നിട്ട് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഇവിടെയും ആ ഒരു സ്നേഹം, റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളുടെ ഊർജ്ജമാണ് കാണുന്നത്. നിങ്ങളോട് പറയുന്നത് എഗെയിൻ, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയാനായിട്ട് ശ്രമിക്കുക, സ്നേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നാലും അത് ഒരു പോസിറ്റീവ് ലൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഊർജ്ജങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പുതിയ ഊർജ്ജങ്ങൾ കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിരിക്കാം, എഗെയിൻ വ്യക്തിബന്ധങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് സമൂഹമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഊർജ്ജമായിരിക്കാം. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി സഹായം, അങ്ങനത്തെ എന്തെങ്കിലും ഊർജ്ജമായിരിക്കാം. അപ്പോൾ എന്തായാലും അവിടെ നല്ലത് നിങ്ങൾ സങ്കല്പിക്കാനായിട്ട് ശ്രമിക്കുക, സ്നേഹം അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. ഓക്കെ, ഇവിടെ മ്യൂസ് ഓഫ് ഇൻസ്പിറേഷൻ, കിങ് ഓഫ് വോൺസിൻ്റെ എനർജി, അതുപോലെ തന്നെ 4 ഓഫ് ഇൻസ്പിറേഷൻ, 4 ഓഫ് വോൺസിൻ്റെ ഊർജ്ജം വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ്, എന്തെങ്കിലും ഊർജ്ജങ്ങൾ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയർ, ജോബ്, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ബിഗിനിങ്, ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. 3 ഓഫ് കപ്സിൻ്റെ ഊർജ്ജവും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, അവിടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് ആയിരിക്കാം, ഒരു സന്തുലിത അവസ്ഥ, അത് കുറച്ച് പേർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ വിഷണറിയുടെ ഊർജ്ജമാണ്. മുന്നോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ
അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തുക, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഊർജ്ജങ്ങൾ വരിക, അതെല്ലാം കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഊർജ്ജങ്ങൾ കടന്നു വരുന്നുണ്ടാകാം, ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ എന്തൊക്കെ ഊർജ്ജങ്ങളാണെന്ന് നോക്കാം. താങ്ക് യു. ഡാർക്ക് വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ ഓർ ഹെയർ, ഒരു ഡിവൈൻ ഫെമിനിൻ ഊർജ്ജമാണ്. ക്ലൈംബിംഗ് ടുവേർഡ്സ് സക്സസ്, കരിയർ, കുറച്ച് പേർക്ക് വിജയം നേടാനായിട്ടുള്ള അവസരമാണ്. കരിയർ, ജോബ്, ബിസിനസ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്കേജ്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മറന്നീക്കി കുറച്ചും കൂടെ പോസിറ്റീവ് ലൈറ്റിലോട്ട് വരുന്നതാണ്. അവിടെ അത് നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ സക്സസിനെയും കുറച്ചും കൂടെ സഹായമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ന്യൂ മൂൺ ടൈമിലാണ്. ചിലപ്പോൾ ഇതൊരു പുതിയ വ്യക്തിയുടെ ഊർജ്ജമായിരിക്കാം, പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതുമാകാം. കരിയറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴി ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതുമായിരിക്കാം. ഓക്കെ, വേറെ എന്തൊക്കെ ബ്ലെസ്സിങ് ആണുള്ളത് പായൽ നമ്പർ 2യുടെ ലൈഫിൽ? താങ്ക് യു. സൺറൈസ്, ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചർ, ഫ്രഷ് സ്റ്റാർട്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പുതിയ തുടക്കങ്ങൾ, ബിസിനസ്സിലായിരിക്കാം, പുതിയ ക്രിയേറ്റീവ് ഐഡിയ ആയിരിക്കാം, കലാപരമായിട്ടുള്ള ഊർജ്ജങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് വരുന്നത്. സൺ കുറച്ച് പേർക്ക് ഫാദറായിട്ട് കണക്ട് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഊർജ്ജം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ റെക്കഗ്നിഷൻ, റിവാർഡ് ഫോർ മെറിറ്റ്, കുറച്ച് പേർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്, എന്തെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ഹാൻഡ് ഷേക്ക്, മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ട്, ചിലപ്പോൾ പുതിയ ക്ലയൻസ് ആയിരിക്കാം, പുതിയ എന്തെങ്കിലും സ്ഥാപനം അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കരാറുകൾ, എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതുമായിരിക്കാം കുറച്ച് പേര് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി പഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഊർജ്ജം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മാർക്കായിരിക്കാം, റിവാർഡായിരിക്കാം, അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാപ്പിനെസ് ആണ്, സന്തോഷത്തിൻ്റെ ഊർജ്ജമാണ്. കുറച്ച് പേർക്ക് ഇത് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് എഗെയിൻ ഫ്രണ്ട്സ്, ഫാമിലിയുടെ കൂടെയുള്ള ഒരു ഔട്ടിംഗ് ആയിരിക്കാം, കൊളാബറേഷൻ, ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജമായിരിക്കാം. അതെല്ലാം നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സെപ്റ്റംബർ മാസത്തിലോട്ടുള്ള ഊർജ്ജങ്ങൾ വന്നിട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.